പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ പ്രഭാതം കൂടി ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നന്ദി പറയുവാനായിട്ട്, അവന്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി അനുഭവിക്കുവാനായിട്ട്. തമ്പുരാന്റെ സ്നേഹവും കൃപയുമാണ് ഓരോ പ്രഭാതത്തിലും നമ്മളെ ഓരോരുത്തരെയും തേടിയെത്തുന്നത്. പ്രഭാതം നൽകുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുവാനുള്ള അവിടുത്തെ വചനത്താൽ നിറയ്ക്കുന്ന നിമിഷമാണ് ഇത്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ധ്യാനിക്കുകയും ജീവിതത്തിലേക്ക് അവിടുന്ന് ഒഴുക്കുന്ന കൃപ, വചനമായി അവിടുന്ന് ഒഴുകിയിറങ്ങുന്ന കൃപയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവുകയും ചെയ്യുകയാണ്. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവം, ത്രിത്വൈക ദൈവത്തിൽ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, പറന്നിറങ്ങണമേ, നിന്റെ വിശുദ്ധിയാല് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ കൃപയും ദാനവും ആത്മാവിന്റെ ഫലങ്ങളാലും ഒരു വ്യക്തി നിറയപ്പെടുമ്പോഴാണ് വചനത്തെ 100% ഫലദായകമാക്കിക്കൊണ്ട് ലോകത്തിൽ ജീവിക്കാനായിട്ട് ഓരോ മനുഷ്യർക്കും സാധ്യമാകുന്നത്. ഈ വചന ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ കേൾക്കുന്ന വചനം എന്റെ ഹൃദയത്തിൽ പതിയുവാനായിട്ട്, എന്റെ ഹൃദയത്തിൽ ആ വചനം വളർന്നു വലുതായി ഫലദായകമാകുവാനുള്ള കൃപയും അനുഗ്രഹവും ചൊരിയണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ
ഇന്നേ ദിവസം തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. ലാസർ സംസ്കരിക്കപ്പെട്ട് 4 ദിവസമായി എന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവന്റെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തുകൊണ്ടാണ് ഈശോ ഇപ്രകാരം പറയുന്നത്? അവൻ ഈ ലോകത്തില് വചനമായിട്ട് കടന്നു വന്ന് വചനം മാംസം ധരിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തില് അവൻ നടന്നു. മനുഷ്യനായിട്ട് നടന്നവൻ കുരിശിൽ മരിച്ചുകൊണ്ട് മരണത്തെ കീഴടക്കി ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ അവന്റെ വിശ്വാസികൾക്ക് അവൻ പ്രദാനം ചെയ്തു. എപ്രകാരത്തിലുള്ള ഒരു പുനരുത്ഥാനം അവൻ പറയുന്നത്? ശരീരത്തോടും ആത്മാവോടും കൂടി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നെത്തുന്ന ഒരു പുനരുത്ഥാനം. ആർഷഭാരത സംസ്കാരത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒന്നുണ്ട്, ആത്മാവ് ബ്രഹ്മാത്മാവില് ലയിക്കുന്ന ഒരവസ്ഥയില് ഒരു മനുഷ്യന്റെ ജീവിതത്തില് ശാന്തി അവന് സ്വന്തമാവുകയാണ്. ശാന്തി എന്ന് പറയുമ്പോൾ ഒരു സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, അനുഗ്രഹത്തിന്റെ അനുഭവത്തെ അവൻ സ്വന്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ഈശോനാഥൻ പറയുകയാണ്, നീ അനുനിമിഷം നിന്റെ പിതാവായ ദൈവത്തിൽ ലയിച്ചുകൊണ്ട് ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അനുനിമിഷം ആ ഒരു സ്നേഹത്തിന്റെ അനുഭവത്തെ, ആ ഒരു സമാധാനത്തെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധ്യമാവുക. ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പ്രകാശം എന്തിനെയാ പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിലേക്ക് വെച്ചു നീട്ടുന്നത്? ഒരു ജീവിതത്തിന്റെ അവസ്ഥയാ, ഒരു പുതിയ വഴിത്താരയാ ഈ പ്രകാശം നമ്മളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രകാശത്തിന്റെ വഴിയെ നടക്കുന്നവനോ ജീവിതത്തിൽ അനുനിമിഷം അനുഗ്രഹദായകമായിട്ട് തീരുകയാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഈ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിൽ അനുനിമിഷം അനുഭവിക്കുവാനായിട്ട്, ആ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കി ജീവിതത്തെ മുൻപോട്ട് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ഒരു പുതിയ പ്രഭാതം എന്ന് പറയുന്ന പ്രിയമുള്ളവരെ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. ഈ പ്രഭാതത്തില് ഒരു പുതുജീവനായിട്ട്, ഒരു പുതുനാളം, ഒരു പുതിയ നാമ്പ് മൊട്ടിടുന്നത് പോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നമ്മൾ രാത്രിയുടെ നിദ്രയെ വിട്ടുണർന്നുകൊണ്ട് ഒരു പ്രഭാതത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ച ശിഷ്യന്മാര് രാത്രി മുഴുവൻ കടലിൽ വലയിട്ടിട്ട് ഒരു പൊടിമീന് പോലും ഇല്ലാതെ വലയുമായിട്ട് നിന്നവരോട് യേശു അവരുടെ ജീവിതത്തിലേക്ക് പ്രഭാതത്തിലേക്ക് കടന്നു വന്നപ്പോഴോ അവരൊരു പുതുജീവന്റെ അനുഭവത്തെ സ്വന്തമാക്കി. തളർന്നു നിന്നവൻ വള്ളത്തിൽ നിന്ന് ചാടി നീന്തി യേശുവിന്റെ അടുക്കൽ വരാനായിട്ടുള്ള കരുത്ത് അവന്റെ ജീവിതത്തിലേക്ക് യേശു പ്രദാനം ചെയ്യുക. അതാ പ്രിയമുള്ളവരെ ഒരു ജീവന്റെ, ഒരു പുനരുത്ഥാനത്തിന്റെ ജീവന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ഒരു പുനരുത്ഥാനത്തിന്റെ ജീവന്റെ ശക്തിയെ നമ്മളും ഓരോരുത്തരും സ്വന്തമാക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സകലത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ദൈവികതയുടെ കൃപയെ ഈ പ്രഭാതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പുതുജീവനായിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് എനിക്ക് സാധ്യമാകണം. എന്റെ ജീവിതത്തിന് നിരാശയുടെ മേഖല ഉണ്ടായിരിക്കാം, എന്റെ ജീവിതത്തിന് തകർച്ചയുടെ മേഖല ഉണ്ടായിരിക്കാം, എന്റെ ജീവിതത്തിന് തളർച്ചയുടെ മേഖല ഉണ്ടായിരിക്കാം.
ആ മേഖലകളിലേക്കൊക്കെ എന്റെ ദൈവത്തെ ഞാനൊന്ന് വിളിച്ചിറക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാനൊരു പുതിയ ശക്തി എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിന്റെ തളർച്ചയുടെ മേഖലയിലേക്ക്, എന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ മേഖലയിലേക്ക്, എന്റെ ജീവിതത്തിലെ അസ്വസ്ഥതയുടെ മേഖലകളിലേക്ക് എന്റെ ദൈവത്തെ ഞാൻ ഇറക്കുന്നു. എന്റെ ദൈവം അവിടെ ഇറങ്ങി അവസ്ഥ കഴിയുമ്പോഴോ ഞാൻ ശക്തനായിട്ട് തീരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിലുള്ള പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്ന ശക്തനായവനിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധ്യമാവുകയാണ്. ശക്തനായവൻ, എന്നെ ശക്തിപ്പെടുത്തുന്നവനായ എന്റെ ദൈവം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കയില്ല എന്ന് അവിടുന്ന് പറയുകയാണ്. വീണ്ടും അവിടുന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുകയാണ്. അപ്പോൾ ഇപ്രകാരത്തിലുള്ള ഒരു ദൈവാനുഭവത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവുകയാണ്. പ്രിയമുള്ളവരെ, പുനരുത്ഥാനം എന്ന് പറയുന്നത് മരണശേഷം മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് വിശ്വാസിയുടെ ജീവിതത്തിൽ അനുനിമിഷം സംഭവിക്കുന്നതാ. അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം മാറ്റങ്ങളാ സംഭവിക്കുന്നത്. എത്ര ലക്ഷം കോശങ്ങളാണ് ഈ നിമിഷം മരിക്കുകയും എത്ര ദശലക്ഷം കോശങ്ങളാണ് ഈ നിമിഷം ജനിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒക്കെ മാറ്റം വരികയാണ്. പിന്നെ എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്വഭാവത്തിൽ മാത്രം ഈ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കാത്തത്? നമ്മുടെ ജീവിതത്തിൽ അതാ പ്രിയമുള്ളവർ സാധ്യമാകേണ്ടത്. എന്റെ ശരീരം അനുനിമിഷം ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കുമ്പോൾ എന്റെ മനസ്സ് ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കിക്കൊണ്ട് അനുനിമിഷം ജീവിക്കാനായിട്ട് സാധ്യമാകണം. ദൈവികതയുടെ പരിപാലന ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ഞാനൊന്ന് ക്രമപ്പെടുത്താനായിട്ട്, എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കപ്പെട്ടുകൊണ്ട് ആ കൃപയുടെ നിറവില് ജീവിതം അനുഗ്രഹമാകാനായിട്ട് എനിക്ക് സാധ്യമാകണം. ഈ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം സ്വന്തമാക്കുക. ഈ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം സ്വന്തമാക്കാനായിട്ട് സാധ്യമാകണം. ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, ഏലിയ നമ്മെപ്പോലെ ഒരു മർത്യനായിരുന്നു. അവൻ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ അടച്ച് ദൈവം ഭൂമിയിൽ ഉണക്ക് നൽകി. പക്ഷേ വീണ്ടും ജനത്തിന്റെ കണ്ണീര്, ജനത്തിന്റെ വേദന കാണുമ്പോൾ ഏലിയ വീണ്ടും കരമുയർത്തി പ്രാർത്ഥിച്ചു. ആകാശ കവാടങ്ങൾ തുറന്ന് ദൈവം മഴയാല് ഭൂമിയെ അനുഗ്രഹിച്ചു. ദൈവം മഴയാല് ഭൂമിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴോ വരണ്ട ഭൂമിയിൽ നിന്ന് പുതിയ നാമ്പുകള് മുട്ടിട്ടു. പുതിയ നാമ്പുകള് വരണ്ട ഭൂമിയിൽ നിന്ന് പുറത്തു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് തന്നെയാണ്. ദൈവാനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ, ദൈവാനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് അനുനിമിഷം തമ്പുരാൻ പെയ്യിക്കുമ്പോൾ എന്റെ ജീവിതത്തില് ഒരു പുതിയ നാമ്പ് മുട്ടിടാനായിട്ട് സാധിക്കുക. ആ പുതിയ നാമ്പെന്ന് പറയുന്നത് എപ്രകാരമാ? സകല സൃഷ്ടജാലങ്ങളെയും നോക്കി പുഞ്ചിരിക്കുന്ന ഒരു നാമ്പായി തീരാനായിട്ട് എനിക്ക് സാധിക്കണം. ഓരോ പ്രഭാതത്തിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതാ. ഓരോ പ്രഭാതവും അപ്പോൾ എന്റെ ജീവിതത്തിന് പുതിയ ഒരു ഉന്മേഷത്തെ, പുതിയൊരു ജീവനെ പ്രദാനം ചെയ്യുക. ഇതല്ലേ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ തിരുവചനം നമ്മോട് പങ്കുവെച്ചു തരുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം? എന്റെ ജീവിതത്തില് ഞാനൊരു പുനരുത്ഥാനത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അപ്രകാരം എനിക്ക് സാധ്യമാവുകയാണ്. ദൈവികതയുടെ പരിപാലന അത് ദൈവത്തിന്റെ സ്നേഹമാ. ദൈവം എല്ലാ മക്കളെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവചനത്തിലൂടെ അവിടെ പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലാത്ത സ്നേഹമായിക്കൊണ്ട് നിന്റെ ദൈവം നിന്നോടൊപ്പം ആയിരിക്കുന്ന ഒരു കൃപയെ നീ സ്വന്തമാക്കുക. ആ ഒരു കൃപയുടെ നിറവില് നിന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനായിട്ട് നിനക്ക് ഇന്നേ പ്രഭാതത്തില് സാധ്യമാകണം. പ്രിയമുള്ളവരെ, ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രഭാതത്തില് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത്. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ.
സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ധരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദൈവവചനം ടെലിവിഷനിലൂടെ കേൾക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ ദൈവ ശുശ്രൂഷ നാം ഓരോരുത്തരും കേൾക്കുന്നത്. എവിടെയിരുന്ന് കേട്ടാലും സഭയിൽ നൽകുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രബോധനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കുന്നത്. നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ മേലങ്കിയുടെ കീഴിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. യൗസേപ്പിതാവ് നമുക്ക് കൂട്ടായിട്ട് കാവലായിട്ട് നിൽക്കുകയാണ്. നിന്റെ കാവൽ മാലാഖ നിന്റെ ചാരെ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. തിരുസഭയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ, നിന്റെ സ്നേഹത്തിന്റെ തികവിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ നൽകുകയാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചത് ഈശോനാഥ, നിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇന്നേ ദിവസം ഈ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട്, നിന്റെ കൃപയുടെ വഴിയെ സഞ്ചരിക്കാനായിട്ട്, നീയാകുന്ന ജീവനെ അനുനിമിഷം ജീവിതത്തെ സ്വന്തമാക്കിക്കൊണ്ട് നീ നൽകുന്ന സ്നേഹത്തിന്റെ ആഴത്തില് ജീവിതത്തെ അനുഗ്രഹദായകമാക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. അമ്മേ മാതാവേ, കൂടെ ആയിരിക്കണമേ, കൂടെ വസിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കണമേ. ദർശനം നൽകണേ ശിഹായേ എന്നും പരിശുദ്ധനായവനേ പരാ. ദർശനം നൽകണേ ശിഹായേ എന്നും പരിശുദ്ധനായവനേ പരാ. പാദമുലകിൽ സംശീലം യേശു തുണ തന്നെ ജീവബലം. പാപപുലകിൽ സംശീലം യേശു തുണ തന്നെ ജീവബലം. ഓടും ഓടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുരനേ. ദർശനം നൽകണേ ശിഹായേ എന്നും പരിശുദ്ധനായ
പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരനിന്നു തന്നിടണേ. ഗഗരി ഗഗരി സദാ രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരനിന്നു തന്നിടണേ. പാടും ജീവനെല്ലാം ദേവന്റെയാലേ, പാടും ജീവനെല്ലാം ദേവന്റെയാലേ. തേനിൻ സ്തുതിയോടെ തേനിൻ സ്തുതിയോടെ ഗീതം പാടിടുമേ. രാഗതാള ഭാവതാള ലയമോടെ ലയമോടെ ദർശനം നൽകണേ പിതായേ എന്നും പരിശുദ്ധനായ വന്ദിയേ പരാ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴും നിൻ സന്നിധേ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴും നിൻ സന്നിധേ. പാരിൽ നമുക്കായി ദൈവസുതനായി, പാരിൽ നമുക്കായി ദൈവസുതനായി പാരം കനിവോടെ പാരം കനിവോടെ വന്നു വസിപ്പൂനി പാപപോക്കും ദിവ്യഗീതം കനിവോടെ കനിവോടെ. ദർശനം നൽകണേ പിതായേ എന്നും പരിശുദ്ധനായ വന്ദിയേ പരാ. പാപമുലകിൽ വാസം തീരം യേശു തുണ തന്നെ ജീവബലം. പാപമുലകിൽ വാസം തീരം യേശു തുണ തന്നെ ജീവബലം. ശ്രീതോടും കരുവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുവരനേ. ദർശനം നൽകണേ പിതായേ പരിശുദ്ധനായ വന്ദിയേ പരാ. പ്രിയമുള്ളവരെ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് മാർപ്പാപ്പായോട്, മെത്രാൻ സംഘത്തോട്, വൈദികരോട്, എല്ലാ സന്യസ്തരോട്, എല്ലാ അൽമായരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ആശീർവാദം നാം സ്വീകരിക്കുകയാണ്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കൃപയാൽ ഇന്നേ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതവും, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതവും അനുഗ്രഹദായകമാകണമേ എന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നേ ദിവസം
നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവികതയുടെ പരിപാലന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കുകയും കൂടെ വസിക്കുകയും ചെയ്യട്ടെ. ആമേൻ.